₹1499 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ് എന്റെ കയ്യിലിരിക്കുന്ന വേവ് ഫ്ലെക്സ് കണക്ട്. ₹1499 ഇത് വന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് ₹1799 ആണ്. എന്തായാലും ₹2000 നമ്മൾ ഈ ഒരു വേവ് ഫ്ലെക്സ് കണക്ട് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് പറയാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ വാച്ച് ബൂട്ടപ്പായി വന്നപ്പോൾ തന്നെ ബോട്ട് ഹബ് ആപ്പുമായിട്ട് അങ്ങോട്ട് സിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് പെയറിംഗ് കൊടുക്കുവാണ്. ഇത് കണ്ടോ, ഫ്ലെക്സ് കണക്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാം. ഇത്തിരി സ്ലോ ആണ് കേട്ടോ ആക്ച്വലി ഈ പെയറിങ്ങിനും അതുപോലെ തന്നെ സെർച്ചിങ്ങിനും ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ബോട്ട് വേവ് ഫ്ലെക്സ് കണക്ട്. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പ് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ വാച്ച് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ആ ഒരു സൈഡ് ബോഡി എന്നൊക്കെ പറയുന്നത് ഒരു മാറ്റ് ഫിനിഷ് ഡിസൈൻ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ മെറ്റൽ ബോഡി പോലെയൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യും. കൂടാതെ കുറച്ച് റിച്ച് ലുക്കും ഒക്കെ ഉണ്ട്. വലതുവശത്ത് നമുക്കൊരു ക്രൗണും കാണാം. ഇനി പറയുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇടത് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു മൈക്കും ഉണ്ട്. കൂടാതെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിങ് പോയിന്റും ഒക്കെ കാണാം. പിന്നെ ഈ ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ് പോയിന്റും കുറച്ചൊരു ബൾജായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മൈക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലും അങ്ങോട്ട് എന്താ പറയുക അടഞ്ഞു പോകത്തില്ല കേട്ടോ. പൊതുവേ ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത് ഏതൊക്കെ ഒരു വാച്ചുകളിൽ മൈക്ക് അടിയിലാണ്, എന്നാൽ നമ്മൾ കയ്യിൽ അങ്ങോട്ട് കെട്ടുമ്പോഴത്തേക്ക് ആ ഒരു മൈക്ക് അടയും. അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച് ആണ്. സോ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും മൈക്ക് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. പക്ഷേ ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഇനി നമ്മുടെ സ്ട്രാപ്പുകളിലേക്ക് വരണമെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്. എന്നാൽ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഇതിനകത്തുണ്ട്. ഞാൻ വാങ്ങിച്ച ഈ ഒരു പേസിന് മാത്രമായിരിക്കും, അതിൽ വേറൊരു സംശയമില്ല. കാരണം ബക്കിളിന്റെ ഭാഗം കണ്ട ചെറിയൊരു ഡാമേജ് ആണ്. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് റിട്ടേൺ പോളിസിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും വാറന്റിക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട്. വാറന്റിക്ക് ക്ലെയിം ചെയ്തത് ഞാൻ ഈ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് മാത്രമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പിന്റെ ഡാമേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഡസൻ മാറ്റർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 22 mm സ്ട്രാപ്പ് സൈസ് ആയതുകൊണ്ട് തന്നെ ഏതുള്ള നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡലിലുള്ള ഒരു സ്ട്രാപ്പ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അല്ലാണ്ട് വേറെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ ഇതിൽ കണ്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാറന്റി ക്ലെയിം ചെയ്തത്. എന്തായാലും വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് ഉണ്ടെങ്കിൽ 1.82 ഇഞ്ച് HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. HD ഡിസ്പ്ലേ എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞത് വെറുതെ അല്ല പറയുന്നത്. അതിപ്പോൾ ഒരു വേണമെങ്കിൽ 10ൽ 10 മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഈ ഒരു ബോട്ട് വേവ് ഫ്ലെക്സ് കണക്ട് അങ്ങോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം അത്രയ്ക്കും നല്ല ക്വാളിറ്റി, സാച്ചുറേറ്റഡ് ആണ്, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആണ്, അതുപോലെ തന്നെ ഷാർപ്പാണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ആക്ച്വലി ഇത്രയും അൺബോക്സ് ചെയ്തിട്ടുള്ള വാച്ചുകളിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തു. ഇതുപോലെ എനിക്ക് അങ്ങോട്ട് കിട്ടിയത് വേറൊരു വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോയ്സിന്റെ കളർ ഫിറ്റ് ഐക്കൺ 2 ഉണ്ടല്ലോ, അതിലായിരുന്നു. അതിനുശേഷം എനിക്ക് ആക്ച്വലി നല്ല രസത്തിൽ തോന്നിയ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു വേവ് ഫ്ലെക്സ് കണക്റ്റിന്റെ തന്നെ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. 240x280 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കൂടാതെ 202 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾക്ക് എന്താ പറയുക ഒരു സണ്ണി ഡേയ്സിൽ പോലും ഇത് വാച്ച് നല്ല വിസിബിൾ ആവുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. എന്നാൽ 100% നമ്മൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവാനായിട്ടും ചാൻസ് വളരെ കൂടുതലാണ്. കൂടാതെ 2.5D എന്താ പറയുക കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു വാച്ചിന്റെ കൂടെ അങ്ങോട്ട് ലഭ്യമാകുന്നത്. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് ഉണ്ടെങ്കിൽ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ മറ്റുള്ള 3 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 4 മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവിടെ ബോട്ട് ഹബ് ആപ്പിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ്, ദിവസം, ബാറ്ററി ലെവൽ, ബാറ്ററി പെർസെൻറ്റേജ്, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നുണ്ട്. കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, റൈസ് ടു വേക്ക്, ബ്ലൂടൂത്ത്, ഫൈൻ ഫോൺ, ഫ്ലാഷ്, എബൌട്ട്, കോൾ സെറ്റിംഗ്സ്, അതുപോലെ തന്നെ സെറ്റിംഗ്സ്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി കാണാം, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കാണാം, വെതർ, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്ലീപ്പ് ഡേറ്റ കാണാം. ഇനി ഇടതുനിന്ന് വലതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരിക. ഇനി വലതുനിന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വർക്കൗട്ട് ആണ്. ഒരു 13 ആക്റ്റീവ് സ്പോർട്സ് മോഡ്സ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ
പൊതുവേ നമ്മൾ ചെയ്യുന്നതൊക്കെ ഉണ്ട്, എന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്പോർട്ട് മോഡ് ഇതിനകത്ത് ഇല്ലെങ്കിൽ എന്താ പറയുക, ഒരു വർക്കൗട്ട് പർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആകും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ വർക്കൗട്ട് റെക്കോർഡ് കാണാം, ഹാർട്ട് റേറ്റ്, ഫോൺ. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് ബ്ലൂടൂത്ത് കോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് കോൾസ് കാണാം. അതുപോലെ തന്നെ കോൺടാക്റ്റ്, നമ്മളപ്പോൾ ആ ഒരു ബോട്ട് ഹബ് ആപ്പിൽ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് വരുന്നതാണ്. 8 മുതൽ 10 വരെ മാത്രമേ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ പറ്റത്തില്ല. എന്നാൽ പോലും നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 10 വരെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടേക്കാം. കൂടുതൽ ഡയലിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്പർ വിളിച്ചിട്ട് അങ്ങോട്ട് കോൾ ചെയ്യാനും പറ്റും. കൂടാതെ സ്ട്രെസ്, SpO2, ആക്ടിവിറ്റി, ബ്രെത്ത്, നോട്ടിഫിക്കേഷൻ, സ്ലീപ്പ്, വെതർ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, മ്യൂസിക്, ക്യാമറ, ഫൈൻ ഫോൺ, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിങ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൈറ്റ്നസ് ആണ്. ഞാനിപ്പോൾ 1 മുതൽ 5 വരെയാണ് ലെവലുള്ളത്. അതിലിപ്പോൾ ഞാൻ 3 ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 1 or 2 ഒക്കെ ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. കൂടാതെ ടൈം ഔട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെയും പറയാനുള്ളത് എത്ര 3 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഉണ്ട്. ഇവിടെയും 20 സെക്കൻഡ് ഞാൻ ഇട്ടേക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 3 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡൊക്കെ എടുത്തുള്ളൂ. കൂടാതെ വാച്ച് ഫേസ് നമുക്ക് ഇവിടെ വന്നിട്ട് മാറ്റാം. വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് നോർമൽ, സ്ട്രോങ്, ഇനി അതെല്ലാം ഓഫ് ആക്കാം, വീക്ക്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് അങ്ങോട്ട് ചെയ്യാം. കൂടാതെ നമുക്ക് ഇവിടെ വന്നിട്ട് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പൊതുവെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വാച്ചുകളിൽ കാണാത്തതാണ്. അതായത് നമ്മുടെ ആപ്പുമായിട്ട് സിങ്ക് ചെയ്താൽ നമ്മുടെ മൊബൈലിലുള്ള ടൈം അങ്ങോട്ട് വരത്തേ ഉള്ളൂ. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാകും നമുക്ക് ടൈം അങ്ങോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, ടൈം അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം ഫോർമാറ്റൊക്കെ നമുക്ക് 12 hours ആണോ അതല്ല 24 hours ആണോ എന്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാം. കൂടാതെ എബൌട്ട് ഉണ്ട്, QR കോഡ് ഉണ്ട്, ബ്ലൂടൂത്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പവർ ഓഫ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു UIയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബോട്ട് ഹബ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ കാണുന്നത് ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഇനി ഫ്ലെക്സ് കണക്റ്റിലേക്ക് പോകുവാണെങ്കിൽ അവിടെ നമുക്ക് കാണാം 62% ബാറ്ററി ലെവലുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ വാച്ച് ഫേസസ്, ഇവിടെ സീമോർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ചിലുള്ള ഫേസ് ആണ് ഈ 3 കാണിക്കുന്നത്. കൂടാതെ ക്ലൗഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിനകത്ത് 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഉണ്ട്. നമുക്കിതിനകത്ത് ഏതൊക്കെ എന്താ പറയുക ഇഷ്ടമുള്ളൊരു വാച്ച് ഫേസ് വേണം അതങ്ങോട്ട് ഞെക്കിയിട്ട് അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇതിലോട്ട് വരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കസ്റ്റം വാച്ച് ഫേസ് കൊടുത്തിട്ട് അവിടെ കണ്ട ഈ പ്ലസ് ബട്ടൺ അതിൽ ഞെക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് അങ്ങോട്ട് പിക്കപ്പ് ചെയ്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ ഈ ഒരു വാച്ചിലേക്ക് വരിക. കൂടാതെ ജനറലിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കോൾ റിമൈൻഡർ, 24 hours, ടൈം, വെതർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്ച്വലി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ആപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതൊക്കെ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാച്ചിൽ കാണിക്കണം അത് നമ്മൾ ഇവിടെ വന്നിട്ട് വേണം ഇനേബിൾ ചെയ്യാനേ. കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ കോൺടാക്ട് നമുക്ക് വാച്ചിലേക്ക് സേവ് ചെയ്യാം. അത് ഇവിടെ വന്നിട്ട് ഒരു 10 പേരെ മാത്രമേ പറ്റത്തുള്ളൂ, എന്നാലും അത് ഇവിടെ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. കൂടാതെ വെയർ ഡിറ്റക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, വൈബ്രേഷൻ മോഡ് നമുക്ക് ഇവിടെ വന്നിട്ടും ചേഞ്ച് ചെയ്യാം, ടേക്ക് പിക്ചർ, ഡിസ്കണക്ട് വാച്ച്, റീസെറ്റ് വാച്ച്, എബൌട്ട് വാച്ച്, അൺബൈൻഡ് വാച്ച്, പെർമിഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ബോട്ട് ഹബ് ആപ്പിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബോർഡിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഒരു വാല്യൂ കാണിച്ചു, പക്ഷേ അത് കുറച്ച് കൂടുതലായിരുന്നു. എന്നാൽ കയ്യിൽ വെച്ച് കെട്ടിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി കുറഞ്ഞിട്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ SpO2 ആണെങ്കിലും കൂടാതെ സ്ട്രെസ് ആണെങ്കിലും ഒക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എല്ലാത്തിലും വാല്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതങ്ങോട്ട് കൺഫേം ചെയ്യുക. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് വാച്ച് കാണിക്കുന്നത്. പേര് ആരാണ് വിളിക്കുന്നത് കാണിക്കും, അതുപോലെ തന്നെ നമ്പർ കാണിക്കും. പിന്നെ ഉള്ളത് ഒന്നെങ്കിൽ നമുക്ക് കോൾ കട്ട് ചെയ്യാം, കോൾ എടുക്കാം. കോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാം. കൂടാതെ നമുക്ക് വോളിയം കണ്ട അപ്പ് ആൻഡ് ഡൗണും ഒക്കെ ആക്കാൻ പറ്റും. ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നോർമൽ യൂസ് ആണെങ്കിൽ. എന്നാൽ അപ് ടു 2 days മാറും. അത്യാവശ്യം നല്ല ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. ബോട്ട് ആയതുകൊണ്ട് തന്നെ 5V2A അതായത് 10 watts അഡാപ്റ്റർ ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 10 watts അഡാപ്റ്റർ ആണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെന്ന് വെച്ചിട്ട് അത് വെച്ച് ചാർജ് ചെയ്യൽ മാക്സിമം ഔട്ട്പുട്ട് 10 watts ഉള്ളത് മാത്രം അങ്ങോട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ 30 days നമുക്കിതിന് സ്റ്റാൻഡ് ബൈ ഒക്കെ കിട്ടും. IP
IP68 വാട്ടർ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളേ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ IP68 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അണ്ടർ വാട്ടർ അതായത് 30 മീറ്റർ ഉള്ളിൽ വേണമെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയിട്ട് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു വർഷം ഇതിന് വാറണ്ടി ഉണ്ടെങ്കിൽ പോലും. സോ അത്യാവശ്യം ഡ്രിസ്ലിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഉപയോഗിച്ചോളൂ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുന്നത് അറിയണ്ടേ? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ബോട്ട് ഹബ് ആപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് മൊബൈലിൽ നോക്കിയ സമയത്ത് ഇങ്ങനെ ബ്ലൂടൂത്ത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് കണക്ട് ആവുന്നു ഓഫ് ആവുന്നു, കണക്ട് ആവുന്നു ഓഫ് ആവുന്നു. ഞാൻ ആക്ച്വലി അപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യുന്ന പോലെ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്ലൂടൂത്ത് റീസെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. കൂടാതെ വാച്ച് ഞാൻ അങ്ങോട്ട് റീസെറ്റ് ചെയ്തു, എന്നിട്ടും ആ ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അതായത് ഇതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്ക് കോൾ വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ കോൾ അങ്ങ് എൻഡ് ആവും. പക്ഷേ മൊബൈലിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഈ വാച്ചിൽ നമുക്ക് ആക്ച്വലി എൻഡ് ആവും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണല്ലോ. സോ അങ്ങനെ ഒരു വാച്ചിൽ നമുക്ക് കോൾ എടുക്കണം എന്നുള്ളൊരു അഡ്വാൻറ്റേജ്, ഇപ്പം മൈക്ക് ക്വാളിറ്റി എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പീക്കർ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ വേറൊരു തലമാണ്. പക്ഷേ കോൾ എടുക്കണം എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് അങ്ങോട്ട് വാറണ്ടി ക്ലെയിം ചെയ്തത്. പിന്നെ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഞാൻ വാറണ്ടി ക്ലെയിം ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ വീണ്ടും ഉണ്ടോ, അതല്ല എനിക്ക് ആ സെയിം വാച്ച് തന്നെയാണോ കിട്ടിയെന്നൊക്കെ ഞാൻ അതിനുശേഷം പറയാം. എനിക്ക് മനസ്സിലാകും ഇത് സെയിം വാച്ച് ആണോ അല്ലേ എന്നുള്ളത്. കാരണം ഫിസിക്കലി ഈ സ്ട്രാപ്പിൽ ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് എനിക്ക് മനസ്സിലാവും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് റിപ്പയർഡ് ആണോ അതല്ല റീപ്ലേസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്തായാലും ഈ ഒരു ബോട്ട് വേവ് ഫ്ലെക്സ് കണക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ഉണ്ടായിരുന്നത്. 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു വാച്ച് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും 2000 രൂപയ്ക്കുള്ളിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാച്ചുറേറ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫ്ലെക്സ് കണക്റ്റിൽ പോകുന്നതിൽ വേറെ ഒരു പ്രശ്നമല്ല കേട്ടോ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബോട്ടിന്റെ ബ്രാൻഡ് തന്നെ വേണം, കൂടാതെ സ്ക്വയർ ടൈപ്പ് വേണം, കുറച്ച് ലുക്ക് ഒരു ഫീൽ എന്താ പറയുക ഒരു റിച്ച് ലുക്ക് ഒക്കെ ഉള്ള ഒരു വാച്ച് വേണം, കൂടാതെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വേണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിന്റെ ഒരു സ്മാർട്ട് വാച്ച് വേണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു കാര്യം ഇപ്പോൾ ഈ കണക്ടിവിറ്റിയുടെ കാര്യം മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു സ്ട്രാപ്പിന്റെ ഡാമേജ് അത് എൻ്റെ ഈ ഒരു ഉറപ്പാണ് ഈ ഒരു വാച്ചിന്റെ, അതായത് ഞാൻ അൺബോക്സ് ചെയ്ത ഈ ഒരു പീസിന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഇത് പ്രശ്നം ഉണ്ടാവത്തില്ല. എന്തായാലും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് എന്താണ് നിങ്ങളുടെ ആ ഒരു അനുഭവം അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ 22mm സ്ട്രാപ്പ് വേറൊരു കളർ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിലിക്കണിൽ തന്നെ പല ഡിഫറെന്റ് മോഡൽസ് നോക്കുന്നെങ്കിൽ, കൂടാതെ ലെതർ, മിലാനീസ്, സ്റ്റെയിൻലെസ് ഏത് നോക്കിയാണെങ്കിലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു വാച്ചിന്റെ ഇതെന്നുള്ളതല്ല ഏതൊരു വാച്ചിന്റെയും സ്ട്രാപ്പുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടും ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ